students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ നോട്ട്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടേബിൾ ആൻഡ് പെൻ. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡിൻ്റെ എക്സാമ്പിളാണ് ഓയിലും കെറോസിനും. ലാസ്റ്റ് ഗ്യാസ്, ഇതിൻ്റെ എക്സാമ്പിളാണ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ? എന്തൊക്കെയാണ് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്? ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതായത് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഉണ്ടായിരിക്കും, അതിന് ഓക്കുപ്പൈ ചെയ്യാനായിട്ട് സ്പേസും ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് അതിന് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. പ്രോപ്പർട്ടിയാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പ്രോപ്പർട്ടിക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഹാസ് മാസ്, ഹാസ് ഡെഫിനിറ്റ് വോളിയം. ഓക്കെ, വാട്ട് ആർ ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? മാറ്ററിൻ്റെ ഫോർത്ത് സ്റ്റേറ്റ് ഏതാണ്? പ്ലാസ്മ. The fourth state of matter is plasma. Matter is found in plasma state in the central part of the sun and other stars. Okay. Note, each substance is made of tiny particles which cannot be seen with any naked eyes. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. Okay, these particles bear all the properties of the substances. Okay, ഈ പാർട്ടിക്കിൾസ് എന്താണ് വഹിക്കുന്നത്? All the properties of substances. ആ വസ്തുവിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും അടങ്ങിയതായിരിക്കും ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? മാറ്ററിൻ്റെ ഫിഫ്ത്തും സിക്സ്തും സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ് പ്ലാസ്മയും പറഞ്ഞു. ഇനി ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ആണ് പറയാൻ പോകുന്നത്. ദ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ നെയിംഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് റെസ്പെക്റ്റീവ്ലി. ഏതൊക്കെയാണ് ഫിഫ്ത്തും സിക്സ്തും സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റും ആൻഡ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് സ്റ്റേറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈച്ച് സബ്സ്റ്റാൻസസ് ഈസ് മെയ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ്. ദീസ് പാർട്ടിക്കിൾസ് bear all the properties of the substances. Students, next എന്ന് പറയുന്ന ഒരു ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് തമ്മിൽ എങ്ങനെ കൺവേർട്ട് ചെയ്തു? സോളിഡ് ഐറ്റംസ് ലിക്വിഡ് ഐറ്റം ആകുന്നത് എങ്ങനെ? ലിക്വിഡ് ഗ്യാസ് ആകുന്നത് എങ്ങനെ? ഗ്യാസ് വീണ്ടും സോളിഡ് ആകുന്നത് എങ്ങനെയുള്ള പ്രോസസ്സിനെ പറ്റിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു സോളിഡായിട്ടുള്ള ഒരു മാറ്റർ ലിക്വിഡാക്കി മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിക്വിഫിക്കേഷൻ എന്ന പ്രോസസ്സ്. ഓക്കെ, ലിക്വിഡിനെ സോളിഡാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സോൾഡിഫിക്കേഷൻ എന്ന പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് ലിക്വിഡിനെ ഗ്യാസാക്കി മാറ്റാൻ യൂസ് ചെയ്യുന്നത് വെപ്പറൈസേഷൻ ആണെങ്കിൽ ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഓക്കെ, ഗ്യാസിനെ സോളിഡാക്കി മാറ്റാൻ സോൾഡിഫിക്കേഷനും സോളിഡിനെ ഗ്യാസാക്കി മാറ്റാൻ സപ്ലിമേഷൻ എന്ന പ്രോസസ്സുമാണ് നാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സും ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ മൈൻഡിലും വരച്ചിടുക. എന്നേരം നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടാകില്ല. ഓക്കെ, അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. അതായത് വെൻ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ എന്താണ് ഓരോ കാര്യങ്ങൾ, അതായത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നു. വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, ലിക്വിഡ് ഗ്യാസായി മാറുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും, എന്നാലും ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡായി മാറുമ്പോൾ എന്താണ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, സോളിഡ് ഗ്യാസായി മാറുമ്പോഴും എന്താണ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കും? വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, സോളിഡ് ലിക്വിഡായി മാറുമ്പോൾ അത്
ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസായിട്ട് ലിക്വിഡ് ഗ്യാസായി മാറുമ്പോഴും ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് എന്ത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു സോളിഡ് ഗ്യാസായി മാറുമ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് തേർഡ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആകർഷണം എങ്ങനെയായിരിക്കും? വെൻ സോളിഡ് ചേഞ്ചസ് ടു സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, വെൻ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് ഗ്യാസായി മാറുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് തമ്മിലുള്ള അട്രാക്ഷനിൽ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. വെൻ ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് ലിക്വിഡായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് തമ്മിൽ? ഇത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ് ആണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തേന്ന് പറയുന്നത് എനർജി ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എനർജി ലെവൽ എങ്ങനെയായിരിക്കും? വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു സോളിഡ് ലിക്വിഡായി മാറുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ലിക്വിഡ് ഗ്യാസായി മാറുമ്പോഴും പാർട്ടിക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. വെൻ ഗ്യാസ് ചേഞ്ച് ഇൻ ടു ഗ്യാസ് ലിക്വിഡായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ചെയ്യുകയാണ്. ഇനി വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു സോളിഡ് ഗ്യാസായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എനർജി ലെവല് പാർട്ടിക്കിൾസിൻ്റെ എനർജി ലെവല് എന്താ ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. മൂന്നെണ്ണത്തിൽ ഗ്യാസിൻ്റെ ഇതിൽ മാത്രമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത്, ബാക്കിയെല്ലാം മൂന്നും സെയിം തന്നെയാണ്. ഓക്കെ, ഡിഫ്യൂഷൻ ഈസ് ദ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് diffusion. What is diffusion? Diffusion is the spontaneous mixing of different particles having freedom of movement. Okay, next fractional distillation. എന്താണ് fractional distillation? If the boiling points of the components have very small differences, fractional distillation is to be used to separate them. എഥനോൾ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 78 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് മെഥനോൾ എത്രയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? 65 ഡിഗ്രി സെൽഷ്യസ്. ആർ ടു മിസിബിൾ ലിക്വിഡ്സ് ദർ ഈസ് ഓൺലി എ സ്മോൾ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ്സ്. ഇത് തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ്സിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദീസ് ടു ലിക്വിഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ മിക്സ്ചർ ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. When vapors of the mixture pass through the fractionating column, repeatedly liquefaction and vaporization take place. ഏതൊക്കെ പ്രോസസ്സാണ്? liquefaction and vaporization. Subsequently, the vapors of low boiling methanol enter the condenser from the fractionating column, condense to liquid and get collected in the round bottomed flask. First, similarly, ethanol with higher boiling point can be collected later in the another round bottomed flask. ഓക്കെ, ഇത് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അതായത് എഥനോളും മെഥനോളും എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടേബിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണിത്. ഒക്കേഷൻ ഓർ സെപ്പറേഷൻ ഓഫ്. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ കോളത്തിൽ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. തേർഡ് ബോക്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ. സെപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് ഒക്കേഷൻ എന്ന് പറയുന്നത് ടീ ട്രക്ക് ഫ്രം ടീ. ചായയിൽ നിന്ന് ചായയുടെ
ടി ഡ്രഗ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫിൽട്രേഷനാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. 3 ഹെഡിങ് ആണുള്ളത്. ഒക്കേഷൻ ഓർ സെപ്പറേഷൻ ഓഫ്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ. ഫസ്റ്റ് ഒക്കേഷൻ ഓർ സെപ്പറേഷൻ ഓഫിൽ വന്നിരിക്കുന്നത് ടീ ഡ്രഗ് ഫ്രം ടീ, അതായത് ചായയിൽ നിന്ന് തേയില വേർതിരിക്കുന്ന പ്രോസസ്സ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ, ഇതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫിൽട്രേഷനാണ്. ഓക്കെ, പ്രോപ്പർട്ടി ഏതാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡിഫറൻസ് ഇൻ മാറ്റർ. ഓക്കെ, സെക്കൻഡ് വൺ കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, അതായത് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? ഇവാപ്പറേഷൻ വഴിയാണ്. ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഏതാണ്? ഇവാപ്പറേഷൻ. പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഏതാണ്? ദ വോളറ്റൈൽ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. നെക്സ്റ്റ് ചാഫ് ഫ്രം പാഡി, അതായത് നെല്ല് കുത്തി തവിട് മാറ്റിയെടുക്കുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വിനോയിങ് ആണ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഏതാണ്? വിനോയിങ്. ദ ഡിഫറൻസ് ഇൻ വെയിറ്റിലുണ്ടാകുന്ന ഡിഫറൻസ് മൂലമാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷന് വേണ്ടി ഇതാകുന്നത്. വെയിറ്റ് കുറഞ്ഞത് മാറ്റി വെയിറ്റ് കൂടിയത് എടുക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അവിടെ നിലനിർത്തിക്കൊണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലൂമിനിയം പൗഡർ. അലൂമിനിയം പൗഡറിൻ്റെയും കൂടെ ഒരു മിക്സ്ചറിൽ നിന്ന് അയൺ പൗഡർ വേർതിരിക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷനാണ്. പ്രോപ്പർട്ടി യൂസ്ഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് അയൺ. ഓക്കെ, അപ്പോൾ ഈ ടേബിളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ചോയ്സ് ഓഫ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഡിപ്പെൻഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ആ മിക്സ്ചറിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. വെൻ വൺ കമ്പോണൻറ്റ് ഓഫ് ദ മിക്സ്ചർ ഈസ് വോളറ്റൈൽ ആൻഡ് ദ അതേഴ്സ് do not vaporize under the same condition, they can be separated by distillation. Next, separating funnel is an apparatus used for separating immiscible liquids from their mixture. Next എന്ന് പറയുന്നത് sublimation ആണ്. The process in which a solid when heated changes directly into gas without melting into liquid is called sublimation. അതായത് ലിക്വിഡ് ആകാതെ തന്നെ നേരിട്ട് ഗ്യാസസ് ഫോമിലേക്ക് മാറുന്നതിനെയാണ് സപ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഹീറ്റ് ചെയ്യുമ്പോൾ ചൂടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നേരിട്ട് ലിക്വിഡ് ഫോമിൽ പോകാതെ എന്തിലേക്ക് മാറുന്നു? ഗ്യാസിസ്റ്റ് ഫോമിലേക്ക് മാറുന്നു. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗേഷൻ. In order to separate insoluble particles in a liquid mixture on the basis of their mass difference, centrifuge is used. The process is known as centrifugation. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. അതായത് ലിക്വിഡ് മിക്സ്ചറിൽ നിന്ന് അതിൻ്റെ മാസ് ഡിഫറൻസിലുള്ള ഇതുകൊണ്ട് നമ്മളതിനെ അതിൻ്റെ വെയിറ്റിൽ അതിൻ്റെ പിണ്ഡത്തിലുള്ള ഭാരത്തിലുള്ള വ്യത്യാസം കൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസ്, അതിനകത്ത് അലിഞ്ഞു ചേരാത്ത പാർട്ടിക്കിൾസിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ മാസ് ഡിഫറൻസ് സെൻട്രിഫ്യൂജ് ഈസ് യൂസ്ഡ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? സെൻട്രിഫ്യൂജ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ക്രൊമറ്റോഗ്രാഫി. ക്രൊമറ്റോഗ്രാഫി ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദ സെയിം സോൾവെൻറ്റ്. ഒരേ സോൾവെൻറ്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ക്രൊമറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്.
This method was first employed by separating colored substances and hence this process came to be known as chromatography. കളേർഡ് സബ്സ്റ്റാൻസസിനെ വേർതിരിക്കാനായിട്ടാണ്, സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്രോമറ്റോഗ്രാഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്.